പവൻ ഗോൾഡ് തിരൂർ. പ്രത്യേകിച്ച് 2017 മുതലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാമേളകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മാനസികമായി ഉല്ലാസം ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരമായി കിട്ടാനും ആ ഒരു സന്തോഷം അവരിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും മാനസികമായി തന്നെ അവർക്ക് അതിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. കാരണം മറ്റുള്ള കുട്ടികളോട് ചേർന്നും കളിച്ചും ആടിയും പാടിയും ഒക്കെ നിൽക്കുമ്പോൾ ആ കുറച്ച് സമയത്തിനെങ്കിലും അവർക്കുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ബഡ്സ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ മുഖാന്തരം ഇത്തരത്തിലുള്ള 25 ലക്ഷം രൂപ അപ്പുറം പൊതുസമൂഹവും നല്ല രീതിയിൽ ഇതിനൊക്കെ തന്നെ വേണ്ടി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ആലത്തൂരിൽ പരിവാർ എന്ന സംഘടനയുടെ കീഴിൽ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായുള്ള ആളുകൾ ഇപ്പോൾ അതിനുവേണ്ടി സ്ഥലം സ്വന്തമായി നൽകുകയും അതൊരു വ്യക്തി സ്വന്തമായി അത്തരത്തിലുള്ള സ്ഥാപനം നൽകാൻ കോടിക്കണക്കിന് വിലയുള്ള ഒരു സ്ഥലം നൽകി. അപ്പോൾ അവിടെ അതിൻ്റെ കെട്ടിടം പണികൾ ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. തൊഴിൽ പരിശീലന യൂണിറ്റ് ആരംഭിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് ധാരാളം മത്സരങ്ങൾ ഇവർക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നു. കുറച്ചു കാലമായി കിട്ടാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഞാൻ കഴിഞ്ഞ സഭയിൽ ഉന്നയിച്ചതാണ്. 11,000 അപേക്ഷകളാണ് മലപ്പുറത്ത് മാത്രം കെട്ടിക്കിടക്കുന്നത്. ഞാനിതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയെയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ആവലാതികൾ ഇവരിൽ നിന്ന് വീണ്ടും കിട്ടുകയുണ്ടായി, പറയുകയില്ല. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് അപേക്ഷകൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ഒരു സമ്മാനമായി നമുക്ക് പ്രഖ്യാപിക്കാവുന്ന രീതിയിൽ അത് നേടിയെടുക്കാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ, കെട്ടിക്കിടക്കുന്ന അപേക്ഷകളെ തീർപ്പ് കൽപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ ഈ കുഞ്ഞുമക്കളെ കണ്ടുകൊണ്ട് അവരെ സാക്ഷിയാക്കി ഈ നാടിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു.